നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സുധി, അച്ഛൻ എന്ത് ചെയ്യൂടാ? ആ ശരത്ത്, ആ നീചൻ നമ്മളെ ചതിക്കുമായിരുന്നു. നിത്യമോടെ പേര് വീട് വാങ്ങാന്ന് പറഞ്ഞ് അവൻ നമ്മളെ ചതിച്ചു. ഇനി അവൻ നിത്യമോളെ കല്യാണം കഴിക്കുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അവളോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവക്ക് മനസ്സിലാകുന്നുമില്ല. ശരത്തിനെ തള്ളി പറഞ്ഞ അവൾ ആത്മഹത്യ ചെയ്യുമെന്ന പറഞ്ഞിരിക്കുന്നത്. മോനെ, എന്ത് വേണമെന്ന് അച്ഛനൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എല്ലാം നഷ്ടപ്പെടുക, അഭിമാനം ഉൾപ്പെടെ എല്ലാം. ചത്താലോ എന്ന് പോലും അച്ഛന് തോന്നുക മോനെ. മനോരേട്ടാ, 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 മനോഹരേട്ടാ, എന്തു പറ്റി മനോഹരേട്ടാ? എന്തിനാ കരഞ്ഞത്? ഏയ്, ഒന്നുമില്ല. നമ്മുടെ സുധിയെ സ്വപ്നം കണ്ടു, അതാ. അല്ല, അവനെ ഞാൻ എവിടെയോ കണ്ടു, അതാ ഞാൻ ഇറങ്ങി വന്നേ. മനോഹരേട്ടൻ എന്തിനാ കരഞ്ഞത്? ഏയ്, ഒന്നുമില്ല. പഴയ കാര്യങ്ങളൊക്കെ ഓർത്തപ്പം എനിക്ക് സങ്കടം വന്നുപോയി. അതല്ല, വേറെന്തോ മനസ്സിലുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ മനോഹരേട്ടനെ ശ്രദ്ധിക്കുന്നതാ. മനോഹരേട്ടന്റെ മനസ്സിൽ എന്തോ വലിയ സങ്കടമുണ്ട്. നമുക്ക് സങ്കടമല്ലേ ഉള്ളു പാർവതി. അവൻ, ആ ശരത്ത് നമ്മളെ പറ്റിക്കുമായിരുന്നു പാർവതി. പണി നടക്കുന്ന ആ വില്ല വേറെ ആരുടെ ആയിരുന്നു? ദേവികമോളും ഡോക്ടർ നിരഞ്ജനും ചേർന്നത് കണ്ടുപിടിച്ചു. ഈ സ്ഥലവും പണി നടക്കുന്ന വില്ലയും എന്റേതാണ്. എന്റേത് മാത്രമാണ്. മനോഹരേട്ടാ, ഞാൻ നമ്മുടെ മോനോട് പറയുമായിരുന്നു പാർവതി, ആ ശരത്ത് നിത്യമോളെ കല്യാണം കഴിക്കുമോ എന്നുള്ള കാര്യത്തിൽ പോലും
എനിക്ക് സംശയമുണ്ടെന്ന്. ഇനി കല്യാണം കഴിച്ചാൽ തന്നെ ഇവനെ പോലെയുള്ള ചതിയന്റെ കൂടെ നമ്മുടെ മോളെ എങ്ങനെ ജീവിക്കും? കാശിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവന്. കാശിനു വേണ്ടി അവൻ നമ്മുടെ മോളെ കൊല്ലാക്കൊല ചെയ്യും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് വിൽക്കും. ശരത്ത് കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇനി നിത്യമൊക്കെ വേറൊരു ആലോചന വരുമോ? നമ്മുടെ മോടെ ഭാവി, നമ്മുടെ പണം, സ്വർണം എല്ലാം എല്ലാം പോയല്ലേ പാർവതി? നമ്മൾ എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യും ദൈവമേ? എന്താ വച്ചേ, നിനക്കിത് വേണ്ടേ? എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തത്? ഇടിയപ്പം ഇഷ്ടല്ലേ? ഇടിയപ്പം ഇഷ്ടാ, പക്ഷെ ഇങ്ങനത്തെ ഇടിയപ്പം ഇഷ്ടമല്ല. അതെന്താ ഇങ്ങനത്തെ ഇടിയപ്പം? എന്താ നിന്നെ നോക്കി പോക്കിരി കാണിക്കോ? ഒരു രുചിയും ഇല്ല, ഭയങ്കര കട്ടിയാ. പണ്ട് ദേവിയേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് വരുമായിരുന്നു, നല്ല പൂപോലത്തെ ഇടിയപ്പം. ഇതൊരു ദേവിയാണ്ടി. അതെ, പൂവും പൂന്തോട്ടൊക്കെ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോവാൻ നോക്കു വച്ചേ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? മോളെ അവിടെ നിക്ക്, നീ കഴിച്ചിട്ട് പോ മോളെ. എന്താ ഇവിടെ പ്രശ്നം? അയ്യോ, ശ്രുതി മോൾക്ക് അവളുടെ ദേവികാരനെ ഉണ്ടാക്കുന്ന ഭക്ഷണേ പിടിക്കുള്ളൂ. ആണോടി? ഈ മുത്തശ്ശി ഉണ്ടാക്കുന്ന ഒന്നും കഴിക്കാൻ കൊള്ളത്തില്ല. എന്നാ പിന്നെ നിന്റെ ദേവി ആന്റി ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്ക്, അല്ലെങ്കിൽ നീ അവളുടെ കൂടെ പോയി നിക്ക്. എന്താ ഇവിടെ പ്രശ്നം? ഇവൾക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം ഒന്നും പിടിക്കുന്നില്ലെന്ന്. ഒന്നും രുചിയില്ലാന്നേ. നീ ഉണ്ടാക്കുന്ന ഭക്ഷണമല്ലേ, കാലിന്റെ പോലും കണ്ണടിച്ചു പോകും. ആ, മോൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം പറഞ്ഞു. മുത്തശ്ശൻ ഇപ്പൊ ഓർഡർ ചെയ്ത് വാങ്ങിച്ചു തരാം. താങ്ക് യു മുത്തശ്ശ. വല്ലപ്പോഴും ഒന്ന് അടുക്കളയിൽ കയറി കുഞ്ഞിന് രുചിയുള്ള എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ഭാവിയിൽ അമ്മയെ പറ്റി ചിന്തിക്കുമ്പോ അവൾക്ക് ഓർക്കാൻ രുചിയുള്ള ഒരു ഓർമ്മയെങ്കിലും ഉണ്ടാവുമല്ലോ. വാ മോളെ. ആ, ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതിനിടയിൽ വല്ല നല്ലതുകൂടി ഉപദേശിച്ചു കൊടുക്കാൻ നോക്കാം. വാ മോളെ. അവളുടെ ഒരു അഹങ്കാരം നോക്കി. എല്ലാം അവള് പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ദേവിക. ഇനി എന്താ നിന്റെ ഭാവി പരിപാടി? എന്താ ഇന്ദുചൂടിന്റെ അല്ല സിദ്ധാർത്ഥന്റെ ഫ്യൂച്ചർ പ്ലാൻ? അത് അച്ഛൻ പറഞ്ഞതുപോലെ വക്കീൽ കുപ്പായം ഒന്നുകൂടി എടുത്താലോ എന്ന് ഒരു ആലോചന ഇല്ലാതില്ല. വെരി ഗുഡ്. ഞാൻ എത്ര നാളായിട്ട് പറയുന്നു. ഞാൻ എന്തായാലും ചില പുതിയ പുതിയ ബിസിനസ് പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബെസ്റ്റ്. അപ്പൊ പിന്നെ നിനക്ക് കേസിന്റെ പഞ്ഞ ഉണ്ടാവത്തില്ല. പക്ഷേ ഏട്ടന് വക്കീൽ ഫീസ് കിട്ടണ്ടേ? നീ കളിയാക്കൊന്നും വേണ്ട. കേരളം മുഴുവൻ പടർന്ന് പന്തലിച്ചു കിടക്കുന്ന ഒരു ബിസിനസ് ശൃംഖലയാണ് എന്റെ ലക്ഷ്യം. ശൃംഖലയും ചങ്കലയും ഒക്കെ അവിടെ നിൽക്കട്ടെ. അടുത്തയാഴ്ച ഞാനും രംഗനും കൂടി ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്. എവിടേക്കാ അച്ഛാ?